ഹായ് ഓൾ. നീറ്റ് എക്സാമിനേഷന്റെ റിസൾട്ട് ഒക്കെ വന്നു. സൈലത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് നമ്മളെ കാണാൻ വരികയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം വളരെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയാണുള്ളത്, നാഫിയ. നാഫിയ നമ്മുടെ ഫിനിക്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. നാഫിയ, ആദ്യം തന്നെ നാഫിക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി ഈ പ്രാവശ്യത്തെ എക്സാമിൽ? 682 മാർക്കാണ് സ്കോർ ചെയ്തത്. നല്ല മാർക്കാണ്. അപ്പോൾ ഫിനിക്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു നാഫിയ. അപ്പം ആ ഫിനിക്സ് ബാച്ചിനെ കുറിച്ചും ഫിനിക്സ് ബാച്ചിന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഒരു ഡോക്ടർ ആകണം എന്നുള്ളൊരു ആഗ്രഹം നാഫിയിലേക്ക് വന്നത്? കാരണം കുടുംബത്തിൽ മറ്റു ഡോക്ടേഴ്സ് ആരുമില്ല. ഒരാളെ കണ്ട് ആഗ്രഹിക്കാൻ അങ്ങനെ ഒരു മാതൃകയാവാനുള്ള ഒരു ഡോക്ടർ കുടുംബത്തിലില്ല. കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ് ആകാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഡോക്ടർ ആവണം എന്നുള്ള സ്വപ്നം മനസ്സിലേക്ക് വരുന്നത്? ചെറുപ്പം തൊട്ടേ ഞാൻ ഡോക്ടർ ആവണം പറഞ്ഞു നടന്നായിരുന്നു. പിന്നെ ഉപ്പാന്റെ ആഗ്രഹം അതായി ഡോക്ടർ ആക്കി മാറ്റാൻ. ചെറുപ്പത്തിലുള്ള ഒരു ചെറിയൊരു സ്വപ്നമായിരുന്നു. പിന്നെ അത് വളർന്നു വന്ന് എപ്പോഴാണ് ഇങ്ങനെ നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്, ആ ഒരു തോട്ടിലേക്കൊക്കെ എപ്പോഴാണ് എത്തിയത്? ഞാൻ +2 എത്തിയപ്പോഴാണ് എൻട്രൻസിനെ പറ്റിയൊക്കെ അറിയുന്നത്. പിന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ നീറ്റ് എക്സാമിനേഷൻ, അതിന് ഒരു കോച്ചിങ്, അങ്ങനെ സൈലത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ കഴിഞ്ഞ വർഷം 10 days ചലഞ്ച് കണ്ടോണ്ടിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര +2 പഠിക്കുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി, ഇൻട്രസ്റ്റ് ആയി. ഓക്കെ, അങ്ങനെ ഫിനിക്സ് ബാച്ചിലെത്തി. ഫിനിക്സ് ബാച്ചില് ഇപ്പൊ നമ്മള് ഒരു നോർമൽ റിപ്പീറ്റർ ക്ലാസ് റൂമിൽ നിന്ന് ഫിനിക്സ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് കുറെ വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ക്ലാസ്സുകൾ കുറെ കൂടെ വേഗത്തിലാണ്, കുറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അധികം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണിലേക്കൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചു. എങ്ങനെയാണെങ്കിൽ ഫിനിക്സ് ബാച്ചിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഫസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ചെറിയൊരു സ്ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്ത് സ്പീഡായി, പിന്നെ റെഡി ആയി. അങ്ങനെ ഇപ്പൊ ഹൈബ്രിഡ് മോഡൽ തന്നെയാണല്ലോ ഫിനിക്സ് ബാച്ച്. അപ്പൊ തലേ ദിവസം നമ്മൾ ടോപ്പിക്സ് റെഫർ ചെയ്യും, പഠിക്കും, വീഡിയോ ക്ലാസ് ഒക്കെ കാണും. അപ്പൊ അത് ആ ഒരു ഹൈബ്രിഡ് മോഡലില് തലേ ദിവസം ഓൺലൈൻ ആയിരുന്നു പഠിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്? കാരണം നമ്മൾ ഒരു ബേസ് കിട്ടാണല്ലോ വീഡിയോ ക്ലാസ് കാണുന്ന സമയത്ത്. എന്നിട്ട് വേണം നമുക്ക് ഓഫ്ലൈനിലേക്ക് അതേ സെയിം ടോപ്പിക്ക് പഠിക്കാൻ ചെല്ലാൻ. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ക്ലാസ് കാണുമ്പോൾ ഡൗട്ടുകൾ വരും, ചിലപ്പോൾ ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവായി കണ്ടാവും. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? വീഡിയോ ക്ലാസ് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ തലേന്ന് തന്നെ എന്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഏകദേശം ധാരണ വെക്കും. പിന്നെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഓഫ്ലൈൻ വന്നിട്ട് സാറിനോട് നിങ്ങൾ ഹോസ്റ്റലിൽ വീഡിയോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ടോ? ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. കിട്ടിയില്ലെങ്കിൽ സാറുമാരോട് വന്ന് ചോദിക്കും. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് കണ്ടതിന്റെ ഒരൊറ്റ എക്സ്പീരിയൻസിലാണ് അടുത്ത ദിവസം നിങ്ങൾ എക്സാം എഴുതുന്നത്. ആ എക്സാം എഴുതുമ്പോൾ എങ്ങനെ ക്വസ്റ്റില് ഡൗട്ട് വരാറുണ്ടായിരുന്നു? അല്ല ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. വീഡിയോന്റെ ഏകദേശം അതുപോലത്തെ ഒരു കോൺഫിഡൻസ് കിട്ടും. ക്ലാസ് റൂമിലേക്ക് വരുമ്പോ ക്ലാസ് റൂമില് അതിന്റെ പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ആക്കി പറയല്ലേ, ഒന്നുകൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പല കുട്ടികൾക്കും ഉണ്ടാവുന്ന വലിയൊരു സംശയമാണ്, എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഒരു റിപ്പീറ്റർ സ്റ്റുഡന്റ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം മോൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു അത് മാത്രം പറഞ്ഞാൽ മതി. നീ ഏതൊക്കെ ബുക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പഠിച്ചത്? ഞാൻ വേറെ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സൈലത്തിന്റെ മാത്രം മെറ്റീരിയൽ, DPP, പിന്നെ മറ്റേ ബുക്കും അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. DPP പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ബുക്കും സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസും, അതല്ലാതെ വേറൊന്നും യൂസ് ചെയ്തില്ല. വേറൊന്നും യൂസ് ചെയ്യാത്തത് ടൈം നമുക്കില്ല. ഇത് തന്നെ കുറെ ഉണ്ടല്ലോ. ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക്. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ അതായത് നമ്മൾ DPP-യിലെയും അതുപോലെ തന്നെ സ്ലൈഡ്സിലെയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ആ ഒരു പാറ്റേൺ തന്നെയായിരുന്നു നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ? നീറ്റ് എഴുതുമ്പോൾ ശരിക്കും എനിക്ക് ഇവിടുത്തെ ഒരു എക്സാം എഴുതുന്ന ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ പോർഷൻസ് ഒക്കെ തീർന്ന സമയം ഓർമ്മ ഉണ്ടോ ഫിനിക്സ് ബാച്ചിലെ? പോർഷൻസ് ജനുവരി ആയപ്പോ തന്നെ തീർന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ LMRP-യിലേക്ക് വന്നു. LMRP നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 50 ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? 2 മണിക്കൂർ കൊണ്ട് 50 ക്വസ്റ്റ്യൻ ആണ് ഓരോ സബ്ജക്റ്റും നമ്മൾ സോൾവ് ചെയ്യുക. അത് നല്ല ക്വസ്റ്റ്യൻസ്. അപ്പോ അതെങ്ങനെ അത്രയും വേഗത്തിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓടിയെത്താൻ കഴിഞ്ഞിരുന്നു അധ്യാപകരോടൊപ്പം? കഴിഞ്ഞിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ റെഡിയായി കുറെ LMRP സീരീസ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത സബ്ജക്ട് ഏതായിരുന്നു വരുമ്പോ? ഫിസിക്സ് തന്നെയായിരുന്നു. അപ്പോ ഫിസിക്സില് ഫൈനൽ സ്കോർ വരുമ്പോ ഫിസിക്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ഫിസിക്സില് 2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. തെറ്റി, അത് അറിയാതെ തെറ്റിപ്പോയതാ. കെയർലെസ് കൊണ്ട് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തിരുന്നു. 2 ദിവസം തെറ്റിപ്പോയി. ഈ തെറ്റിയ ക്വസ്റ്റ്യൻ പിന്നെ റെഫർ ചെയ്തോ? അപ്പൊ അറിയായിരുന്നു, ശ്രദ്ധയെല്ലാം കൂടെ തെറ്റിപ്പോയതാ. അതും കൂടെ ശരിയായിരുന്നെങ്കിൽ ഫിസിക്സിൽ ഫുൾ മാർക്ക് കിട്ടിയാണ്. അപ്പൊ ഡിഫിക്കൽട്ടി ആണെന്ന് അനുഭവപ്പെട്ട ഫിസിക്സ് ഇത്രക്ക് ഈസി ആയി വരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്തത്? കാരണം നീറ്റിന് പൊതുവെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫിസിക്സ് വലിയൊരു പ്രശ്നമാണ്. ഫിസിക്സ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഫിസിക്സ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരാള് അത് ഈസി ആയിട്ട്
സോൾവ് ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്, ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതൊക്കെ അറിയാൻ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ അതിന് നീ എത്ര ക്വസ്റ്റ്യൻസ് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിരുന്നു ഒരു ചാപ്റ്ററിന്, അപ്പൊ അത്തരം കാര്യങ്ങൾ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഞാൻ മെയിൻ ആയിട്ട് DPP ആണ് ഫോളോ ചെയ്തത്. DPP ഭയങ്കര സ്ട്രക്ചർഡ് ആയിട്ടുണ്ടല്ലോ, ഒരു കോൺസെപ്റ്റ്, പിന്നെ അതിന് കുറെ ക്വസ്റ്റ്യൻസ്, അത് തന്നെ ചെയ്താൽ തന്നെ മതി ഫിസിക്സ് ഓൾമോസ്റ്റ് സെറ്റ് ആവാൻ. NCERT ക്വസ്റ്റ്യൻസ് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു, സോൾഡ് എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ ചെയ്യായിരുന്നു. ചെയ്തു. അപ്പൊ DPP-യിലുള്ള ഓരോ ചോദ്യവും പല ആവർത്തി ചെയ്ത് നോക്കുകയും കണ്ടന്റ് പഠിക്കുകയും NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇതിലുള്ളത് കുറെയൊക്കെ. അതെ. അപ്പൊ അത് മതി ശരിക്കും ഫിസിക്സ് ക്രാക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ മോക്ക് എക്സാം സീരീസ്, മോക്ക് എക്സാം നമ്മൾ ഏകദേശം 15ഓളം മോക്ക് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. മോക്ക് എക്സാമുകളിൽ മോക്ക് വന്ന ഏറ്റവും വലിയ സ്കോർ എത്രയായിരുന്നു? 670. ആ ഒരു റേഞ്ച് ആയിരുന്നു. എത്ര താഴേക്ക് പോയിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ? 550 ഒക്കെ പോയിട്ടുണ്ടാവും. 550 വരെ പോയിട്ടുണ്ട്. അപ്പൊ ഒരു അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അപ്പം ഓരോ മോക്കിൽ സ്കോർ ചെയ്ത് മാർക്ക് എടുത്തു നോക്കുമ്പോൾ അതിന്റെ ബെസ്റ്റ് സ്കോർ വരുന്നത് നീറ്റ് സ്കോറാണ്. കാരണം നീറ്റിൽ നോക്ക് 682, മോക്ക് എക്സാമിൽ വന്ന ടോപ്പ് സ്കോർ 670. അപ്പൊ മോക്കിൽ വന്ന ടോപ്പ് സ്കോറിനേക്കാൾ വലിയ സ്കോറാണ് നീറ്റിൽ എത്തിയത്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് മോക്ക് എക്സാം എഴുതിയതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ്. ഈ നീറ്റ് എഴുതുന്ന സമയത്ത് എങ്ങനെയാ ഫീൽ ചെയ്തത്? ഇപ്പം കാരണം നീറ്റ് എക്സാം എഴുതുന്നതിന്റെ 3 ദിവസം മുമ്പ് വരെ നിങ്ങൾ മോക്ക് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ മോക്ക് എക്സാം എഴുതി കഴിഞ്ഞ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിലാണ് നീറ്റ് എഴുതുന്നത്. നീറ്റ് എഴുതുന്ന സമയത്ത് ആ ഒരു പഴയ എക്സാമിനേഷൻ എഴുതിയതിന്റെ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആയിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും ഒരു ഇവിടത്തെ എക്സാം എഴുതുന്ന ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേടി അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ഒന്നും ഇല്ലാതെ എഴുതാൻ പറ്റി. ഓക്കെ. അപ്പൊ ഇപ്പം നല്ലൊരു സ്കോർ ഉണ്ട്. അപ്പം ഏതൊരു ക്യാമ്പസ് ചൂസ്, എവിടെ പഠിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം, ഡ്രീം കോളേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് പഠിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ കിട്ടുമെന്ന് അറിയില്ല. യെസ്, ഇപ്പൊ നിലവിലെ റാങ്കിലും അതുപോലെ മാർക്കിലൊക്കെ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതിലൊരു ഫൈനൽ ഡിസിഷൻ വരും. എന്തായാലും നമുക്ക് നല്ല തന്നെ പ്രതീക്ഷിക്കാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കോഴിക്കോട് തന്നെ പഠിക്കാൻ പറ്റട്ടെ, നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.